ഒരു പരാജയത്തിന് ശേഷം ജീവിതത്തിൽ രണ്ടാമതൊരു അവസരമില്ലെന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് പേർ നമ്മുടെ നാട്ടിലുണ്ട്. അവരോട് പറയാൻ നിങ്ങൾക്കൊരു കഥയുണ്ട്. തോറ്റുപോയിട്ടും ജീവിതം തിരിച്ചു പിടിച്ചതിൻ്റെ സ്വന്തം അനുഭവ കഥ. ഈ കഥക്ക് ഒരു പുസ്തകത്തിൽ നിന്നോ ക്ലാസ് മുറിയിൽ നിന്നോ കിട്ടുന്ന അറിവിനേക്കാൾ മൂല്യമുണ്ട്. കാരണം ഇത് നിങ്ങളുടെ സ്വന്തം ജീവിതാനുഭവമാണ്. 10ാം ക്ലാസ്സിൽ തോറ്റുപോയ ചിലർ നല്ല രീതിയിൽ പിന്നീട് വിജയിച്ചു വന്നതും പല പ്രധാന സ്ഥാനങ്ങളിലെത്തിയതുമൊക്കെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഈ ആത്മവിശ്വാസം കൈമുതലാക്കി കൂടുതൽ മുന്നേറാൻ നിങ്ങൾക്ക് കഴിയണം. പുതിയ കോഴ്സുകൾ പഠിക്കാനും പുതിയ തൊഴിലുകൾ നേടാനും സ്വന്തമായി ഒരു സംരംഭം തുടങ്ങേണ്ട ഘട്ടത്തിൽ തുടങ്ങാനുമൊക്കെ നിങ്ങൾ ശ്രമിക്കണം. അതിനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ ദിവസം ഓർക്കണം. തോറ്റുപോയപ്പോഴും തളരാതെ മുന്നോട്ടു പോയ അതേ മനസ്സ് ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവി അടക്കം നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏറെ അഭിമാനത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേരള പോലീസിൻ്റെ സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിൽ 2 അഭിമാന പദ്ധതികളാണ് SPCയും ഹോപ്പും. ഇവയിലൂടെ ജീവിത വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞവരുടെ ഒരു കൂട്ടായ്മയാണിത്. അതുകൊണ്ട് തന്നെ ഒരു ഔദ്യോഗിക ചടങ്ങ് എന്ന നിലയിലല്ല, നമ്മുടെയെല്ലാം മനസ്സിൽ പ്രതീക്ഷയുടെ പുത്തൻ ചിറകുകൾ മുളപ്പിക്കുന്ന ഒരു ചരിത്ര നിമിഷം എന്ന നിലക്കാണ് ഇതിനെ കാണേണ്ടത്. SSLC +2 പരീക്ഷകളിൽ പരാജയപ്പെട്ട് പല കാരണങ്ങളാൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഔപചാരിക വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നതിനും പൊതുപരീക്ഷകളിൽ വിജയിക്കാൻ അത്തരം കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുമായാണ് നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ 2017 ഹോപ്പ് പദ്ധതി ആരംഭിച്ചത്. അത് ശ്ലാഘനീയമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പഠനത്തിൽ പരാജയപ്പെട്ടു പോയി എന്തുകൊണ്ട് മാത്രം ഒരാളെയും മാറ്റി നിർത്താൻ പാടില്ലെന്നും അവരെ കൂടി ചേർത്ത് പിടിക്കുകയാണ് വേണ്ടതെന്നുമുള്ള കാഴ്ചപ്പാടിൻ്റെ ഫലമാണ് ഹോപ്പ് പദ്ധതി. നാളിതുവരെ 4364 പേർക്കാണ് ഈ പദ്ധതി പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ നൽകിയത്. കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ കഴിഞ്ഞ വർഷം മാത്രം 1426 പേർ ഈ പദ്ധതിയുടെ ഭാഗമായി. ഈ വർഷം ഇതുവരെ 1067 പേരാണ് ഹോപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അഭിമാനകരമായ കാര്യമാണിത്. വിദ്യാഭ്യാസം പലവിധ കാരണങ്ങളാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ സമൂഹം പലപ്പോഴും അത്തരം വ്യക്തികളെക്കുറിച്ച് വിധി എഴുതാൻ പുറപ്പെടാറുണ്ട്. അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കാര്യത്തിൽ ഇനി പ്രതീക്ഷയില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളെ നാം കാണാറുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ പലരുടെയും സ്വപ്നങ്ങളെയും ആത്മവിശ്വാസത്തെയും ഇല്ലാതാക്കിയിട്ടുമുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ ചിലർ തന്നെ അത്തരം ചില നിമിഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം. ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നലുണ്ടായവരും ചിലപ്പോൾ ഇക്കൂട്ടത്തിലുണ്ടാകാം. എന്നാൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അത്തരം വെല്ലുവിളികളെല്ലാം സധൈര്യം അതിജീവിക്കാനാണ് നിങ്ങൾക്ക് സാധിച്ചത്. അതിനാൽ തന്നെ നിങ്ങളുടെ വിജയം കേവലമായ ഒരു വിജയം മാത്രമല്ല, തളർന്നുപോയ മനസ്സിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന നിലക്കാണ് ഇതിനെ കാണേണ്ടത്. പോലീസിലെ ഓരോ ഉദ്യോഗസ്ഥനും വെറും ഔദ്യോഗിക കൃത്യനിർവഹണം എന്നതിലുപരി ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന വലിയ ദൗത്യമാണ് ഇവിടെ ഏറ്റെടുത്തത്. അവർക്ക് നിങ്ങൾ ഓരോരുത്തരും വെറും വിദ്യാർത്ഥികളായിരുന്നില്ല, സ്വന്തം സഹോദരങ്ങളായിരുന്നു. ഉദ്യോഗസ്ഥർ ജോലി സമയം കഴിഞ്ഞു അവധി ദിവസങ്ങളിലും നിങ്ങൾക്കായി ക്ലാസുകൾ എടുത്തു, സംശയങ്ങൾ തീർത്തു നൽകി, നിങ്ങളിൽ ആത്മവിശ്വാസം പകർന്നു. ഇതിൻ്റെയൊക്കെ ഫലമാണ് ഈ വിജയം എന്നത് നാം തിരിച്ചറിയണം. കേരളത്തിലെ പോലീസ് സേനക്കാകെ
അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണിത്. കേവലം ക്രമസമാധാന പാലനം മാത്രമല്ല, ഇത്തരം സാമൂഹ്യ ഉത്തരവാദിത്വമുള്ള പരിപാടികളും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പോലീസിന് കഴിയുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണിത്. കേരള പോലീസിനൊപ്പം ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച വിദ്യാഭ്യാസ വകുപ്പ്, ആശ, കുടുംബശ്രീ പ്രവർത്തകർ, തീരദേശ പോലീസ്, SC/ST പ്രൊമോട്ടർമാർ, ORC കാവൽ പദ്ധതി പ്രവർത്തകർ, ഇവരെല്ലാം ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. ഹോപ്പ് പദ്ധതിയുടെ വിജയികളെന്ന നിലയിൽ സമൂഹത്തിനാകെ വലിയൊരു മാതൃകയാണ് നിങ്ങൾ പകർന്നു നൽകുന്നത്. നിങ്ങൾ നേടിയ ഈ വിജയം അനേകം പേർക്ക് പ്രചോദനമാകും. ഒരു പരാജയത്തിന് ശേഷം ജീവിതത്തിൽ രണ്ടാമതൊരു അവസരമില്ലെന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് പേർ നമ്മുടെ നാട്ടിലുണ്ട്. അവരോട് പറയാൻ നിങ്ങൾക്കൊരു കഥയുണ്ട്. തോറ്റുപോയിട്ടും ജീവിതം തിരിച്ചു പിടിച്ചതിൻ്റെ സ്വന്തം അനുഭവ കഥ. ഈ കഥക്ക് ഒരു പുസ്തകത്തിൽ നിന്നോ ക്ലാസ് മുറിയിൽ നിന്നോ കിട്ടുന്ന അറിവിനേക്കാൾ മൂല്യമുണ്ട്. കാരണം ഇത് നിങ്ങളുടെ സ്വന്തം ജീവിതാനുഭവമാണ്. 10ാം ക്ലാസ്സിൽ തോറ്റുപോയ ചിലര് നല്ല രീതിയിൽ പിന്നീട് വിജയിച്ചു വന്നതും പല പ്രധാന സ്ഥാനങ്ങളിലെത്തിയതുമൊക്കെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഈ ആത്മവിശ്വാസം കൈമുതലാക്കി കൂടുതൽ മുന്നേറാൻ നിങ്ങൾക്ക് കഴിയണം. പുതിയ കോഴ്സുകൾ പഠിക്കാനും പുതിയ തൊഴിലുകൾ നേടാനും സ്വന്തമായി ഒരു സംരംഭം തുടങ്ങേണ്ട ഘട്ടത്തിൽ തുടങ്ങാനുമൊക്കെ നിങ്ങൾ ശ്രമിക്കണം. അതിനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ ദിവസം ഓർക്കണം. തോറ്റുപോയപ്പോഴും തളരാതെ മുന്നോട്ടു പോയ അതേ മനസ്സ് ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. രാജ്യത്തിന് മുന്നിൽ നമ്മുടെ നാടിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന പദ്ധതിയാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പ്രോജക്റ്റ്. വിദ്യാർത്ഥി സമൂഹത്തെ പൗരബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും പ്രത്യാശയുമുള്ള യുവജനതയായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കി വരുന്ന SPC 15ാം വയസ്സിലേക്ക് കടക്കുകയാണ്. പിന്നിട്ട നാൾവഴികൾ അഭിമാനകരമായ നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി നവീകരണ പ്രസ്ഥാനമായി ഇത് മാറിയിട്ടുമുണ്ട്. SPC പദ്ധതിക്ക് വലിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത്. 2016 431 സ്കൂളുകളിലാണ് ഈ പദ്ധതി ഉണ്ടായതെങ്കിൽ ഇന്നത് 1048 സ്കൂളുകളിൽ എത്തിയിരിക്കുകയാണ്. നല്ല നിലയിലാണ് അത് നടന്നു പോകുന്നത്. ഈ അധ്യയന വർഷം മാത്രം 70 സ്കൂളുകളിൽ SPC പദ്ധതി ആരംഭിച്ച കാര്യവും നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും. മാത്രമല്ല, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയിൽ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന യൂണിഫോം ജോലികളിൽ ഒരു നിശ്ചിത ശതമാനം സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയെ സർക്കാർ എത്രമാത്രം ഗൗരവത്തോടെ കാണുന്നു എന്നതാണ് ഇതെല്ലാം കാണിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളിൽ അറിവിനോടൊപ്പം സാമൂഹ്യ ബോധവും അച്ചടക്കവും നീതിബോധവും മതനിരപേക്ഷ ബോധവും പകർന്നു നൽകുന്നതിന് SPC പദ്ധതി ഉപകാരപ്രദമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പലതരത്തിലുള്ള തിന്മകൾ നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ഇതിനെതിരെ നടത്തിവരുന്ന ക്യാമ്പയിനിൽ SPC കേഡറ്റുകൾ മുഖ്യ പങ്കാളികളാണ്. ഇത് വിദ്യാലയങ്ങളിൽ വലിയ മാറ്റത്തിന് കാരണവുമായിട്ടുണ്ട്. SPC പരിശീലനം പൂർത്തിയാക്കിയ 3,53,408 കേഡറ്റുകൾ ഇപ്പോൾ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ മികവാർന്ന സേവനമനുഷ്ഠിച്ചു വരുന്നുണ്ട്. അവരിൽ ചിലർ ഇന്നിവിടെ പങ്കെടുക്കുന്നുമുണ്ട്. പോലീസിൻ്റെ ഭാഗമായാണ് SPC പ്രവർത്തിക്കുന്നത് എന്നതിനാൽ നിയമപരിപാലനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പാഠങ്ങളെല്ലാം സ്വായത്തമാക്കിയവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഏതു മേഖലയിലും നീതിബോധത്തോടും സാമൂഹ്യ ഉത്തരവാദിത്വത്തോടും മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ യശസ് ലോകതലത്തിൽ ഉയർത്താനിടയാക്കിയ കായിക താരങ്ങളെയാണ് നാം നേരത്തെ അനുമോദിച്ചത്. ആ താരങ്ങളിലൂടെ കേരള പോലീസിൻ്റെയും കേരളത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും യശസ്സാണ് ഉയരുന്നതിനിടയായിട്ടുള്ളത്.
അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഒരു വിജ്ഞാന നൂതനത്വ സമൂഹത്തിലേക്കുള്ള കേരളത്തിൻ്റെ പ്രയാണത്തിൽ നിങ്ങളെല്ലാവരുടെയും സജീവമായ ഇടപെടലും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. Most respected and Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, respected DGP and State Police Chief Ravada Chandrasekhar Sir, Srijit Sir, Venkatesh Sir, Vijayan Sir, Lakshman Sir, Shri Kumareshan, Vedilum Sarasilamulla Senior Officers, Hope and SPC Alumni Cadets, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മളെ സംബന്ധിച്ച് സോഷ്യൽ പോലീസിംഗ് ഡിവിഷനെ സംബന്ധിച്ചോളം വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ്. ഹോപ്പിൻ്റെ അലുമിനി കാഡറ്റ്സും SPCയുടെ അലുമിനി കാഡറ്റ്സും ഒന്നിച്ച് ഒരു വേദിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്നും നാളെയും 2 ദിവസത്തിൻ്റെ വർക്ക്ഷോപ്പാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾക്ക് കരിയർ ഗൈഡൻസ് എന്തെങ്കിലും കൊടുക്കുക, നല്ല മോട്ടിവേഷൻ കൊടുത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഗവൺമെൻറ്റിനും പബ്ലിക്കും സപ്പോർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നൊരു ആലോചന കൂടെ ഇതിനകത്ത് ഉണ്ടാവും. സ്റ്റുഡൻറ് വോളണ്ടിയർ കോർപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയെ രൂപീകരിക്കാനും നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ സൊസൈറ്റിക്ക് കിട്ടാനും ഒരു വേദി ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ SPC അലുമിനി 2 days വർക്ക്ഷോപ്പിൻ്റെ ഒരു ലക്ഷ്യം തന്നെ. സോ ഇതിൽ ക്വിക്കായിട്ട് ഞാൻ നോട്ട് ഓഫ് താങ്ക്സ് പറയാം. ബിക്കോസ് ബഹുമാനപ്പെട്ട CM അദ്ദേഹത്തിന് കുറേ അധികം പ്രോഗ്രാംസ് ഉണ്ട്. സോ ആദ്യം തന്നെ നന്ദി പറയേണ്ടത് CM സാറിനാണ്. CM സാറിൻ്റെ സ്പീച്ചിൽ തന്നെ അദ്ദേഹം പറഞ്ഞായിരുന്നു SPC കാഡറ്റ്സിന് വേണ്ടിയിട്ട് യൂണിഫോം സർവീസസിൽ റിസർവേഷൻ, ജോബ് റിസർവേഷൻ വരെ വന്നിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഈ വർഷം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ കുറേ അധികം ഡെസിഷൻസ് SPC കാഡറ്റ് പ്രോഗ്രാം നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹം അഗ്രി ചെയ്തിട്ടുണ്ട്. സോ ഇൻഫാക്ട് പരിപൂർണ സപ്പോർട്ടാണ്. ഒത്തിരി അധികം പ്രോജക്ട്സ് ഉള്ള സമയത്ത് SPCന് വേണ്ടിയിട്ടും ഹോപ്പിന് വേണ്ടിയിട്ടും അദ്ദേഹം സമയം മാറ്റിവെച്ച് നമ്മളെ വന്ന് കണ്ട് നിങ്ങളെല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്ത നമ്മുടെ DG സാറാണ്. അദ്ദേഹം സോഷ്യൽ പോലീസിങ്ങിൻ്റെ കാര്യങ്ങളിൽ 100% അല്ല 200% സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ അദ്ദേഹം ചാർജ് എടുത്ത ഉടനെ തന്നെ ഇതിൻ്റെ ഒരു മീറ്റിംഗ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ എല്ലാം കേട്ട ശേഷം നിങ്ങൾ എല്ലാ കാര്യം ഫുൾ സപ്പോർട്ട് ഞാൻ തരാം. യു ഹാവ് ടു ഡു ദ സോഷ്യൽ പോലീസിങ് സോ വെൽ. പബ്ലിക് ഇസ് പോലീസ്, പോലീസ് ഇസ് പബ്ലിക്. ആ ഒരു കോൺസെപ്റ്റാണ് കമ്മ്യൂണിറ്റി പോലീസിംഗിൽ. അതിൽ ഉറച്ചു വിശ്വാസമുള്ള ഒരു സ്റ്റേറ്റ് പോലീസ് ചീഫാണ് നമുക്ക് ലീഡറായിട്ട് കിട്ടിയിട്ടുള്ളത്. എല്ലാ കാര്യം ഈ ഒരു അലുമിനി പ്രോജക്റ്റ്, ഈ ഒരു വർക്ക്ഷോപ്പ് വരെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നമ്മുടെ DG സാറിന് നിങ്ങളുടെ എല്ലാവരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അടുത്ത നന്ദി അറിയിക്കേണ്ടത് ശ്രീജിത്ത് സാറാണ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ പോലീസിംഗിൻ്റെ ഹെഡാണ് ശ്രീജിത്ത് സാർ. അപ്പോൾ നമ്മുടെ സോഷ്യൽ പോലീസിംഗിൽ പല പ്രോജക്ട്സ് ഉണ്ട്. SPC ഹോപ്പ് മാത്രമല്ല, ചിരിയുണ്ട്, പ്രശാന്തി ഉണ്ട്, ഹാറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ പ്രോജക്ട്സിലും വളരെ കൃത്യമായിട്ട് റിവ്യൂ നടത്തി എല്ലാ സപ്പോർട്ടും SPDക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്ക് യു വെരി മച്ച് സർ ഫോർ യുവർ വെൽക്കം സ്പീച്ച്. നിങ്ങൾ എല്ലാവർക്കും എല്ലാവരുടെ പേരിലും സ്വന്തം പേരിലും നന്ദി അറിയിക്കുകയാണ്. വേദിയിൽ എത്തിയിട്ടുള്ള വിജയൻ സർ, വെങ്കടേഷ് സർ, ലക്ഷ്മൺ സർ, എല്ലാ സീനിയർ പോലീസ് ഓഫീസേഴ്സിനും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കുമരേഷൻ വന്നിട്ടുണ്ട് യൂണിസെഫിൽ നിന്ന്. യൂണിസെഫും കേരള പോലീസും ഒരുമിച്ചാണ് നമുക്ക് ഈ 2 days അലുമിനി മീറ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സോ യൂണിസെഫിന് എല്ലാ സപ്പോർട്ട്, കുറേ നമ്മുടെ സോഷ്യൽ പോലീസിംഗ് ആക്ടിവിറ്റീസിൽ യൂണിസെഫ് നമ്മുടെ പാർട്ട്ണറാണ്. ഗവൺമെൻറ് ഓഫ് കേരളയുടെ കുറേ പ്രോജക്ട്സിനും യൂണിസെഫ് നമ്മുടെ പാർട്ട്ണറാണ്. സോ ശ്രീ കുമരേഷന് നിങ്ങൾ എല്ലാവരുടെ പേരിലും സ്വന്തം പേരിലും നന്ദി അറിയിക്കുകയാണ്. സോ ഈ വേദിയിൽ വന്നിട്ടുള്ള കേരള പോലീസിന്റെ പ്രൈഡ് ആയിട്ടുള്ള നമ്മുടെ മെഡൽ വിന്നേഴ്സ്, വേൾഡ് പോലീസ് ഗെയിംസ്, ഫയർ ഗെയിംസിൽ പോയിട്ട് കേരള പോലീസിന്റെ ബാനർ ദേ ഹെൽഡ് ഇറ്റ് ഹൈ. So thank you very much for all the hard work and dedication that you put it. Special congratulations and thank you for gracing this occasion. ഇനി നന്ദി പറയാനുള്ളത് നിങ്ങൾ എല്ലാവർക്കുമാണ്. കേരളത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും, കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നും തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ ഹോപ്പ് SPC അലുമിനി കാഡറ്റ്സ്, നിങ്ങൾ എല്ലാവർക്കും എന്നെ നന്ദി പറയുകയാണ്. ഷുവർലി വി വിൽ മേക്ക് ദീസ് 2 days very memorable. We'll ensure that we'll make a nice action plan as to how you can contribute to the society of Kerala, to the nation in the coming days. So നിങ്ങൾ എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്.
ആൻഡ് നമ്മുടെ സീനിയർ പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ ടീമുണ്ട് ഇവിടെ. അവരാണ് റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കുന്നതും ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പോലീസ് ഓഫീസേഴ്സ്ക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ഉദ്ഘാടന ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും നന്ദി.